2034 ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാലേ. ടൂറിസം മേഖലയും എന്റർടൈൻമെന്റ് മേഖലയൊക്കെ എൻഹാൻസ് ചെയ്യിപ്പിച്ച് അതിന് എക്കണോമി കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പൊ സൗദി അറേബ്യ. സോ എവിടെ നോക്കിയാലും വിഷൻ 2030 എഴുതി വെച്ചിട്ടുണ്ട്. 5 ദിവസത്തെ ഉംറ പാക്കേജ് കഴിഞ്ഞതിന് ശേഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൂസിനെയും അവളുടെ ഫാമിലിയും വന്നിട്ട് എന്നെ പിക്ക് ചെയ്ത് ജിദ്ദയിലേക്ക് കൊണ്ടുപോയിട്ടോ. പിന്നെ 2 ദിവസം ഞാൻ അവരുടെ കൂടെ ജിദ്ദയിലായിരുന്നു. അറബിക് വേർഡായിട്ടുള്ള ജദ്ദ അഥവാ ഗ്രാൻഡ് മദർ എന്നുള്ള പേരിന്നാണ് ജിദ്ദ എന്നുള്ള പേര് രൂപപ്പെട്ടിട്ടുള്ളത് കേട്ടോ. പണ്ട് കാലത്ത് പായക്കപ്പലിലും മറ്റും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഹാജിമാര് വന്നിറങ്ങിയിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ജിദ്ദ. ആദമിന്റെ പാർട്ട്ണർ ഹവ്വയുടെ കബറിടം ഇവിടെയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഗ്രാൻഡ് മദർ എന്നുള്ള വിശേഷണം വന്നത് കേട്ടോ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രിസർവ് ചെയ്ത അൽ ബലദ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക് സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് സൗദീസ് താമസിച്ചിരുന്ന വീടും അവര് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഷോപ്സ് അഥവാ സൂക്സ് ഒക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ആയിരുന്നു കേട്ടോ ബലദ്. ടൂറിസ്റ്റുകളെ വെൽക്കമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിയുടെ പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളിലും ഗവൺമെന്റ് ഇപ്പോൾ ഇളവ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു എക്സാമ്പിൾ ആണ് ഇപ്പോഴത്തെ വസ്ത്രധാരണ. കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. നിങ്ങൾക്കും അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.